ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങൾ വീണ്ടും വെക്കേഷനിൽ ഇപ്പോൾ ഞങ്ങൾ സ്കൂളൊക്കെ പൂട്ടി വെക്കേഷനാണ്. ഞങ്ങൾ വീണ്ടും ഒരു ട്രിപ്പ് പോവുകയാണ്. എങ്ങോട്ടാണ്? ഞങ്ങൾ ഊട്ടിക്ക് പോവാണ്. ട്രിപ്പായിട്ട് വന്നിക്കാണ്. ഞങ്ങൾ ഊട്ടിക്കാണ് പോയത്. അപ്പോൾ റൂമും സ്ഥലമൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ലേറ്റായി ഇൻട്രോ ഒന്നും എടുക്കാൻ. പിന്നെ മാത്രമല്ല സ്ഥലം ഇതാണ്, ബ്രിട്ടീഷ് കൗണ്ടർ. കൗണ്ടിങ്. ഞാൻ ഒന്ന് സ്ഥലം കളിക്കട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ സ്ഥലം. ഞങ്ങളുടെ റൂം ഏതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഫ്ലോറൻസ് എന്നാണ് പേര്. ഫ്ലോറൻസ്. ഞങ്ങള് വണ്ടി കയറട്ടെ. ഞങ്ങളില്ലേ ക്ലബ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്. പിന്നെ കുറേ ഉണ്ട്. കുറേ രാജ്യത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. TN ഒക്കെ വരുന്നുണ്ട്. കുറേ രാജ്യത്ത് TN ഉം DL ഒക്കെ ഉണ്ട്. 22 BH അതൊക്കെ ഉണ്ട്. അത് കൂടുതലും കാട്ടിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെയാണെങ്കിൽ നല്ല കേട്ടോ. ഞങ്ങള് പോയിട്ട് റൂം കണ്ടിട്ട് വരാം. അപ്പൊ ഇൻട്രോ കണ്ടിട്ട് ഞങ്ങള് റൂം കണ്ടു. V2 ആണ് ഞങ്ങളുടെ റൂം. കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ്. ഇത് നമ്മുടെ ബെഡ് ആണ്, നമ്മുടെ ബാത്റൂം. ഇതൊക്കെയാണ് നമ്മുടെ ബാത്റൂം. പിന്നെ ഇവിടെ ചെറിയൊരു മിറർ. ഉണ്ട്. ചെറിയൊരു മിറർ. പിന്നെ വ്യൂ പോയിന്റിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിതും. പിന്നെ ഞങ്ങളിതാ ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഇവിടെ. കുറച്ച് അത്യാവശ്യത്തിന് വലുപ്പമാണ്. ലോക്കിട്ടിക്കാണ്. പിന്നെ പുറത്തൊരു എക്സ്ട്രാ ഊഞ്ഞാല് വരുന്നുണ്ട്. ഞാൻ അച്ഛൻ്റെ കൂടെ പോയിട്ട് കാണിക്കാം. കാണിച്ചെടുക്കല്ലേ? ഇവിടെ നിന്ന് വരുമോ? കാണാം. ആദ്യം എടുക്കട്ടെ. ഇവിടെ ഒരു എക്സ്ട്രാ ഊഞ്ഞാല് ഇതാണ് ഉണ്ട്. ആ രാത്രി ഇതാ. പിന്നെ അത്യാവശ്യത്തിന് ആംബിയൻസ് ഉണ്ട്. ചിൽഡ്രൻസിന് പ്ലേ പോയിന്റ് ഉണ്ട്. ഇനി അടുത്ത റൂം കാണാം. ചെരുപ്പൂരണം. ഇതാണ് പറഞ്ഞ റൂം. നമുക്ക് അത്യാവശ്യത്തിന് നല്ലതാണ്. ഇവിടെ മിറർ വരുന്നുണ്ട്. ഇത് ചെറിയൊരു അൽമാറി. അത്യാവശ്യത്തിന് ഒരു TV, ഒരു വ്യൂ പോയിന്റും ഒക്കെ വരുന്നുണ്ട്. കമന്റിൽ പറയുക. ബൈ. അപ്പോൾ നമ്മുടെ ബാൽക്കണി കാണിച്ചത് ഞാൻ. ഇതാണ് നമ്മുടെ ബാൽക്കണി. എന്ത് വ്യൂ ആണ് നോക്ക്. അവിടെ പുറത്തൊരു കോട്ടേജ് കാണാണ്ട്. പിന്നെ അവിടെ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞി ഗ്രാമം. പിന്നെ ഞങ്ങൾ ഇവിടെ വരുന്ന വഴിക്കുള്ള സംഭവം കൊണ്ട് ഗൈസ് ഞെട്ടിപ്പോയി. അത് പറഞ്ഞ് ചോദിച്ചു നോക്കിയിട്ട് വരാം. അച്ഛാ, നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഗ്രാമത്തിൽ നിറയെ ഉണ്ട കണ്ടില്ലേ? അതിന്റെ പേരെന്താ പറയുമോ? അതിന്റെ പേരെന്താ പറഞ്ഞോ? വാൻവീക്ഷൻ. ഞങ്ങള് വരുന്ന വഴിക്കില് ഞങ്ങള് വരുന്ന വഴിക്കില് കണ്ട് വാളൻ വെച്ചലാണ്. അവിടെ ഉണ്ടോ ഗൈസ്? അവിടെ ഉണ്ടോ? ശബ്ദം കേൾക്കാമല്ലോ നിങ്ങൾക്ക്? അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വരണു ഗൈസ്. കാണില്ല നിങ്ങൾക്ക്? ഗൈസ് തൊട്ടു ഗൈസ്. അമ്മ ഞാൻ ഒന്ന് കൈ കഴുകിയിട്ട് വരാം. മൊബൈലോ ഗൈസ്? ഒരു മിനിറ്റ്, ഞാൻ ഗൈസ് ഞാൻ പുറത്തിറങ്ങി. ആ ഊഞ്ഞാലൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഊഞ്ഞാല്. യാത്ര സുഖമായി ചെയ്യാം.
പേടിയാണ്. ഞാൻ കയറോ? ഗൈസ് നമുക്ക് ആ വഴി കയറാം. ഏട്ടാ ഞാൻ കയറണേ, പേടിക്കണ്ട. ഞാൻ ഈ ചെറിയ കുട്ടിയെ പണിക്ക് പോവേ. അമ്മ ഏട്ടനോട് പണിക്ക് പോവാൻ. അമ്മ ഏട്ടനോട് തർക്കുത്തരം പറയൂ. അമ്മ ഏട്ടനോട് തർക്കുത്തരം ഒരു സെക്കൻഡ് അവനൊന്ന് പോയി കൊടുത്തിട്ട് വരാം. ഗായ്സ്, അപ്പോൾ പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. ഞങ്ങളിപ്പോൾ ജംപ് പാർക്കിൽ പോകണേ. ഇവിടെ പറ്റില്ല എന്ന് അച്ഛൻ പറഞ്ഞു. ഞങ്ങളിപ്പോൾ ജംപ് പാർക്കിലേക്ക് പോവാണ്. ജംപ് പാർക്ക് പോയിട്ട് ഇതാ ഞങ്ങൾ ജംപ് പാർക്ക് പോകണം. അച്ഛൻ കാറിന് നടക്കുക, നമുക്ക് ആ സ്ഥലത്തേക്ക് ഒന്ന് പോയേക്കാം. അപ്പോൾ ഞങ്ങള് ജംപ് പാർക്കിലേക്ക് പോവാണ്. ഞങ്ങളുടെ ഫ്ലോറൻസിന് ബായ് പറയാം. ബായ്. നിങ്ങൾ ജംപ് പാർക്കിൽ പോകണം. ജംപ് പാർക്കിൽ പോകുമ്പോൾ ഇതില് വെല്ലച്ചൻ കമന്റ് ചെയ്തില്ലെങ്കിൽ വെല്ലച്ചനോട് ഞാൻ മിണ്ടില്ല. ഇതില് ജംപ് പാർക്കിന്റെ ഉള്ളിലേക്ക് കേറാനാട്ടോ. അതല്ലായിരുന്നു അല്ലേ ഗൈസ്? ഞങ്ങൾ ഇവിടെ ജംപ് പാർക്കിൽ വന്നപ്പോൾ ഒരു സംഭവം കിട്ടും. പഴയ മാസടപ്പത് ഒന്ന് ഇടിച്ചുണ്ടോ? ഇടിച്ചുണ്ടോ? ഇത് എവിടെയെങ്കിലും ഇടിച്ചുണ്ടോ? അത് പിന്നെന്ത് ഇങ്ങനെ ഇരിക്കണത്? ആണോ? ഇത് പഴയ പുലിയല്ലേ? അല്ലേ? അല്ല, പഴയ മാസല്ലേ അത്? നമ്മുടെ പഴയ മാസാണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ റൂം പോട്ടെ. ബൈ ബൈ. ഞങ്ങൾ ലഗേജസ് ഒക്കെ ഇവിടെ ഊട്ടിയിലെ റൂമിലെത്തിട്ടോ. അയ്യോ, ഭയങ്കര എന്താ പറയുക, ഭയങ്കര നല്ല ക്ലൈമറ്റും ഞങ്ങളുടെ റൂമിലുള്ള വ്യൂ ഭയങ്കര രസമാണ്. രാവിലേക്ക് എണീറ്റ് ഇങ്ങനെ ഇരിക്കണം. അടിപൊളി വ്യൂ ആട്ടോ. സത്യം പറയുകയാണെങ്കിൽ കുറേ കാലമായിട്ട് ഇവിടെ താമസിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോ സമയത്ത് ഓരോരോ സ്ഥലത്ത് മാറി താമസിക്കും. ഇപ്രാവശ്യമാണ് ഇവിടെ താമസിക്കാൻ പറ്റിയത്. പക്ഷെ ഇവിടെ നല്ലൊരു എന്താ പറയുക, നല്ല വ്യൂ, നല്ല രസവും. ഏത് കോട്ട്? കുബേരനില് ദിലീപിന്റെ വരി. കുബേരനിലെ ദിലീപ്. അല്ല, വേണമെങ്കിൽ സോക്സ് എടുത്തിട്ടാ അതിലോ. കുബേരനിലെ ദിലീപിന്റെ പോലെ. എന്താണ്? ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇവിടെ പറഞ്ഞ പോലെ, ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. ജംപ് പാർക്കാണ്, ഊട്ടിയിലെ ജംപ് പാർക്ക്. അടിപൊളി വ്യൂ, സൂപ്പർ വ്യൂ, ക്ലീൻ. അപ്പോൾ ഹാപ്പി അല്ലേ കുട്ടപ്പൻ? ഇവിടെ പുറത്ത് ഇന്ന് എങ്ങോട്ടും പോക്കില്ല. ഇന്ന് ഇവിടെ കറങ്ങി അടിച്ചിരിക്കാം, ഇതിനോട് ഇരിക്കാം അല്ലേ? അവർക്ക് എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ടോന്നു. എൻ്റെ കുട്ടിക്കാണെങ്കിൽ കുറേ പഠിക്കാനുണ്ട്. പാവം. മിക്സ് ചെയ്യണേ മുത്തേ. അങ്ങനെ മുത്തുമണി ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരായിട്ട കളി? തട്ടിയോ? അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിച്ച് തിരിച്ചെത്തി. കുറച്ച് ലേറ്റായി പോയി. പക്ഷെ എന്നാലും അങ്കാരയിൽ നിന്ന് അതിൻ്റെ വീഡിയോ എടുക്കാൻ മറക്കും ചെയ്തു. അങ്കാരയിൽ നിന്ന് ലഞ്ച് കഴിച്ച്. ഇതാണ് പ്രോപ്പർട്ടി. ഇത് ഇവിടെ അവിടെ ഇതിൻ്റെ മുകളിൽ ഇത് കുറച്ച് പഴയ പ്രോപ്പർട്ടിയാണ് കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല സംഭവം. അങ്ങനെ വിധു പോവാണ്. എന്തൊക്കെയോ ഡ്രസ്സൊക്കെ അത് പിടിക്കാണ്ട് പിന്നെ അവിടെ വെച്ചോ. ആ കവർ പിടിക്കാൻ വിധുവിന് വയ്യെന്ന് പറയണത് എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നോട് തെറ്റിയിട്ടാണ് പോണത്. ഇവിടെ അവൻ
ജസ് കളിക്കുന്നു. അപ്പോൾ ഇവിടെ കൂട്ടപ്പ ചെറിയ സ്വീറ്റ് ഷോപ്പ് ഉണ്ട് ഇവിടെ. ചോദിച്ചൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു ആംബിയൻസ് ആട്ടോ. ശരിക്കും നല്ല നല്ല രസമാണ് സൈറ്റ് സീയിങ് ഒക്കെ. അയ്യോ തൊട്ടോ, എന്തിനാ അത് തൊടാൻ പോയത് മുത്തുമണി? അത് മോറിസ് അല്ലടാ, മോറിസ് മൈനർ അല്ലേ? എന്താ വണ്ടി? KRT കേരള രജിസ്ട്രേഷൻ ആണല്ലോ. കേരള രജിസ്ട്രേഷൻ. അങ്ങനെ ഞങ്ങൾ രാത്രി പുറത്തൊക്കെ ഇറങ്ങിയിട്ടോ. നല്ല തണുപ്പാണ്, സഹിക്കാൻ പറ്റില്ല തണുപ്പ്. പിന്നെ മാത്രമല്ല ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി. അമ്മ ഒന്ന് ജിമ്മിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അച്ഛനൊന്ന് പവർ നാപ്പ് എടുക്കണം. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ ഇപ്പം ഞങ്ങൾ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മസിലൊന്നും അച്ഛനും വേണ്ട ഇപ്പോൾ തൽക്കാലം. അച്ഛനും വേണ്ട. കുട്ടപ്പോൾ കയ്യിനും കാലിനും കൊടുക്കാൻ നിൽക്കരുത്. അച്ഛൻ ബീച്ച് പോളൊന്നുമില്ല. അച്ഛൻ ബീച്ച് പോള എനിക്ക് വയ്യ, എനിക്ക് വയ്യ, മടി മടി. ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ല. ഇവിടെ ചേട്ടനിരുന്ന് എന്തോ വായിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ നിർബന്ധപ്രകാരം നേരെ നമ്മൾ എവിടേക്കാണ് കൂട്ടപ്പ? 7th ഫ്ലോറിൽ റിക്രിയേഷൻ എന്തൊക്കെ ഗെയിംസൊക്കെ ഉണ്ട് അവിടെ നിന്നിട്ട് പോയി നോക്കാം അല്ലേ? പൃഥ്വിരാജൊക്കെ വന്നിട്ടുണ്ടല്ലേ? പൃഥ്വിരാജ്, ദിലീപൊക്കെ ഉണ്ട് അല്ലേ? ഒരുപാട്. പിന്നെ വിജയ് സേതുപതി, വിജയ് സേതുപതി, ദിലീപ്. വരാത്തവരില്ല അല്ലേ? ആ, വരാത്തവർ ഇഷ്ടം പോലെ ഉണ്ട്. വലിയ തഗ്ഗാട്ടപ്പോൾ മകനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഒഴിവാക്കി വിടുകയാണ്. യെസ്, ഇതാണ് റിക്രിയേഷൻ ഏരിയ. നല്ല അടിപൊളി ആംബിയൻസ് ആട്ടോ അല്ലേ? ഇത് നല്ല പ്രത്യേക രസമല്ലേ? സ്നൂക്കർ, ബില്ലിയർഡ്സ് എന്നാ സംഭവം. അതുണ്ടോ? പക്ഷെ വേറെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കാര്യമായിരുന്നു അല്ലേ? ഇതുപോലെ ഒറ്റയ്ക്കായതുകൊണ്ട്. ബാഡ്മിൻ്റൺ ഉണ്ടാവില്ല. ഇത് ഒരു വാശിയേറിയ പോരാട്ടത്തിലേക്ക് കിടക്കാൻ പോവാണ്. ലുഡോ കളിക്കാൻ പോവാണ്. ഞങ്ങൾ ലുഡോ കളിച്ച ശേഷം ക്യാരംസൊക്കെ പറഞ്ഞിട്ടാവും സ്ഥിരമായിട്ട് ക്യാരംസ് കളിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ലുഡോയിൽ തന്നെ തോൽപ്പിക്കാൻ പറ്റുമോ? നോക്കൂ, ലുഡോയിൽ തന്നെ തോൽപ്പിക്കാൻ ആരുമില്ല. മുത്തുമണി ലുഡോ കളിക്കാം, പാമ്പും കോണി കളിക്കാം. എല്ലാം തമിഴാണെങ്കിൽ മാറ്റേ. അപ്പോൾ ഭയങ്കര പ്രാർത്ഥന നടക്കാം ഇവിടെ. എന്തോ വയ്യ ഇൻ്റർനാഷണൽ മാച്ച് തുടങ്ങാൻ പോണ വഴി. റെഡിയാണോ കുട്ടപ്പല്ലേ? അതാ വരൂ. ഞങ്ങൾ ഒരിഞ്ഞ പോരാട്ടം നടക്കാം. വീണോ? എവിടെ വീണു? അതൊന്നും വേണ്ടില്ല. അങ്ങോട്ട് കള്ളത്തരം കാണിച്ചിട്ടേ ഇവിടെ ഒന്നും വേണ്ടില്ല. ഭയങ്കര വലിയ പ്ലെയറാ. കളിക്ക്. എന്താ വീഴാത്ത? ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ, അടിക്ക്. ഈ കുട്ടിയുടെ കൈ പോവും, കൈ മാറ്റുമ്പോ. എടാ അതിനുള്ളിൽ വരലേക്കല്ലടാ അടിക്കുന്നത്. എൻ്റെ കുട്ടി അടിക്കുന്നത് സുഭദ്ര കുഞ്ഞാൻ്റിയാണ്. സുഭദ്ര കുഞ്ഞുമണി. ഇതാ പ്രാർത്ഥിച്ചേക്കാം. ഓക്കെ. അയ്യാ സൂപ്പറായി.
വീണില്ലെങ്കിൽ എന്താ നിങ്ങളൊക്കെ അവനാൻ്റെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ. വേറൊരു സംഭവം അത് ഞാൻ ഇട്ടതൊക്കെ നിങ്ങൾ ഏറ്റിക്കുന്നത് മനസ്സിലായി. എന്നാ കളിക്ക് ഇവിടെ എടുത്ത് വീണ്ടും വീണ്ടും കളിച്ചോണ്ടിരിക്കട്ടെ കള്ളൻ. എടാ എന്നിട്ടെങ്കിലും വീഴ്ത്തടാ. അതിനടിച്ച് കൊല്ലുക വല്ല ശത്രുക്കളെ മാതിരിയാണ് അതിനെ കാണുന്നത്. കുട്ടി കളിക്കണം. അപ്പു എവിടെയും തട്ടില്ല. കളി നിയന്ത്രിക്കണ മുത്തുമണിയാണ്. കളി ഫുള്ള് നിയന്ത്രിക്കണ കള്ളത്തരം കളിച്ച അപ്പട്ടി പൊട്ട്. ഇതാ നീ കളിക്കണേ. സൂക്ഷ്മമായിട്ടുള്ള കളിയാണ്. റൊണാൾഡോ നിങ്ങളിത് കാണുക. അയ്യോ ചോമയുണ്ട്. റൊണാൾഡോ പൊളിച്ചു. എന്താണ് കളി? കുട്ടപ്പ എന്തിനെങ്കിലും ഒന്ന് അതിനും തട്ടാൻ പാടില്ല. അതിനെ തട്ടാൻ പാടില്ല. മുത്തുമണി എവിടെങ്കിലും വെച്ച് തട്ട്. എന്ത് കുട്ടിയത് കഴിഞ്ഞ 2 അടി അപ്പൊ പുറത്തേക്ക് അടിച്ചിരിക്കും. എന്തെങ്കിലും ഉള്ളിലേക്ക് അടിക്കും. ഇതിനെ അറിയണ്ടേ. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ ഇന്ന് പിസ്സ ഹട്ടിനാക്കി. വേറെ ഹോട്ടലിലൊന്നും പോയില്ല. അവിടെ ഭയങ്കര കത്തിയാണ്, ഭയങ്കര റേറ്റാണ് അവിടെ ഈ ജെം പാർക്കിൽ. ഏകദേശം ഈ ഡിന്നർ നോക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4500 ഒക്കെ വരും. അപ്പോൾ തൽക്കാലം പിസ്സ ഹട്ട് ഊട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോവാം അല്ലേ കുട്ടപ്പ? വെക്കേറ്റ് ചെയ്ത് പോകുന്നു. മുത്തുമണി ഹാപ്പി അല്ലേ? ഇൻ ടോട്ടൽ ടിൽ ദിസ് ടൈം കംപ്ലീറ്റ്ലി ഹാപ്പി അല്ലേ? കംപ്ലീറ്റ്ലി ഹാപ്പി. പ്രത്യേകിച്ച് ഈ ഇരിക്കുന്നവനാണ് നമ്മുടെ താരം. ഇവനില്ലായിരുന്നെങ്കിൽ നമ്മുടെ അടപ്പൂരിയിരുന്നു. കാരണം ഹീറ്റർ ഇല്ലാതെ അല്ലേ. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ കേട്ടോ. ഇന്നലെ കാണിച്ചൊന്നും നിൽക്കാറില്ല, ഞാൻ ഒന്ന് വീണ്ടും കാണിച്ചു തരാം. അടിപൊളി കേട്ടോ. സൂപ്പർ വ്യൂ. അടിപൊളി വ്യൂ. നല്ല തണുപ്പാണ്, അത്യാവശ്യം നല്ല തണുത്ത ക്ലൈമറ്റ് അല്ലേ വിധു? നല്ല റൂമാണ്. എല്ലാം കൊണ്ട് എക്സ്ട്രാ ബെഡൊക്കെ തന്നു. ഉണ്ടായിരുന്നു ആ പാക്കേജിൽ. booking.com എന്ന് എടുത്തിട്ടോ. ഭയങ്കര പ്രൈസ് ഉണ്ടാവാറുണ്ട് സാധാരണ, പക്ഷേ ഇപ്രാവശ്യം ബുക്കിംഗ് നടത്ത്. ഇവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ 2000 rupees കൂടുതലാണ്. അപ്പോൾ ബുക്കിംഗ് ത്രൂ എടുത്തുകൊണ്ട് സെയിം ഫെസിലിറ്റി 2000 rupees ലെസ് കുറഞ്ഞു. വാവ്, അച്ഛൻ്റെ കുട്ടി സൂപ്പർ ആയിട്ടോ. യെസ്, അപ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. എനിക്ക് ഫുൾ ടൈം കിടത്തുന്നല്ലേ വിധു. അതിന് ആയിക്കോട്ടെ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ബാക്കി പിന്നെ ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ. ജിമ്മ്, സ്പാ, അങ്ങനെ എന്തൊക്കെയുണ്ട് കേട്ടോ. ജക്കൂസി ഒക്കെ ഉണ്ട്. പെട്രോൾ എല്ലാം കൂടെ ഇലക്ട്രിക് ആണ്, ചാർജ് ചെയ്യാണ്. എന്തൊരു കഷ്ടല്ലേ ചുമക്കുന്നൊക്കെ. എന്താണ്? സത്യം പറഞ്ഞാൽ ഇതിന് കയറിയതാണ്, മറ്റേ ട്രെയിനിന് കയറിയതാണെങ്കിലും പിന്നെ പരിപാടി വേറെയാണ്. ഇവിടെ തീറ്റയാണ് ഫുള്ള്. എന്നാണ് ഈ തമിഴ് പറയാൻ പാടില്ല, എനിക്കറിയില്ല. ഇത് നല്ലത്